അപ്പം അതുപോലെ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര പോകുന്നത് എവിടേക്കാണെന്ന് വഴിയെ പറയാം. കൂടെ അമ്മയും വസുദേവമ്മയും ഉണ്ടായിരുന്നു. വല്യമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അവരുണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മരണ വീട്ടിൽ പോകാനുണ്ടായിരുന്നല്ലോ. അവരവിടേക്ക് പോകാനായിട്ട് കുണ്ട്ര വന്നപ്പോൾ ഇറങ്ങി കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുള്ള രഹസ്യമായ രീതിയിൽ അമ്മയോട് ചോദിച്ചാണ് ലിജി ഇപ്പോൾ ചെയ്തത് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് എവിടേക്കാണെന്ന് പറഞ്ഞാൽ പതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആണല്ലോ. നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയാൽ പലപ്പോഴും പല വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്ത് ചില വീഡിയോകൾ മാത്രം എടുക്കുന്നത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ഒരുപാട് ദിവസങ്ങളായി ഹോസ്പിറ്റലിലെ കാര്യങ്ങളായിട്ട് ഇറങ്ങി കിടക്കുക. അപ്പം വീഡിയോ കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയ കേട്ടോ. അതുകൊണ്ട് തന്നെ ലിജിക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ലിജി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. മറ്റൊന്നുമല്ല, നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലിജിയുടെ വോയിസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടില്ല.